നിങ്ങളൊന്നും കൊണ്ട് ഭാരപ്പെടണ്ട. ഏതെല്ലാം രേഖ എഴുതി വെച്ചോട്ടെ. മെയിനായിട്ടുള്ള വ്യക്തികൾ നിന്റെ നന്മ അടച്ചു വെക്കുവാൻ, നിന്റെ വഴി അടച്ചു വെക്കുവാൻ, നിന്റെ എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യാൻ ഒരു ഹാമാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ മൂലമായി തിരിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്ന മോർക്കത്തായിയെ നിനക്കെതിരെ തിരിക്കാൻ പോകുക. ദൈവം തിരിക്കുന്നു. അതുകൊണ്ട് പറയാം, പൗലോസ് റോമാലേഖന സഭയിൽ നിന്നോട് പറയുന്നത്, ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം എന്റെ മുമ്പിൽക്ക് നിൽക്കാൻ കഴിയുന്നത്. എത്രയൊക്കെ പറയാൻ പറ്റും? ദൈവം നിങ്ങൾക്ക് അനുകൂലമാണോ? അങ്ങനെയാണെങ്കിൽ പ്രതികൂലത്തിന്റെ മണ്ഡലം ഇന്ന് പ്ലാസ്റ്റിക് പ്രയം നടക്കും. പകർന്ന് മറിയാൻ പോകുന്നു. ദൈവം അനുകൂലമാണെങ്കിൽ നിന്റെ മുമ്പിൽ പ്രതികൂലത്തിനെതില്ല സ്ഥാനമില്ല. പ്രതികൂലത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന വഴികളെ എല്ലാം വിട്ടുകൊണ്ട് ദൈവത്തിന് അനുകൂലമായി വഴി നിൽക്കും. ദൈവം അനുകൂലമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി നിന്നിരിക്കും. ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കും. നമ്മൾ ഏകനായിരിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ ദൈവം അനുകൂലനാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് പറഞ്ഞ യോസഫിനെ എനിക്ക് വെളിപ്പെടുകയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും ദേശത്തു നിന്നും യോസഫ് ഒറ്റപ്പെട്ടു. അവന്റെ ജ്യേഷ്ഠന്മാരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവനെ ചെയ്തെന്ന് ചോദിച്ചാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. രക്തബന്ധങ്ങളുടെ സ്നേഹം പറ്റാൻ പോയപ്പോൾ രക്തബന്ധങ്ങളിൽ നിന്ന് യോസഫിന് കിട്ടിയത് പൊട്ടക്കിണ കിട്ടിയിരിക്കുന്നു. നിന്റെ കുടുംബത്തിലുള്ള രക്തബന്ധങ്ങൾ നിന്നെ തള്ളി മാറ്റിയാലും, ലോകം നിന്നെ തള്ളി മാറ്റിയാലും, ക്രിസ്തു ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ പൊട്ടക്കിണറ്റിന്റെ അകത്ത് നിന്ന് അധികം വൈകാതെ നീ പുറത്തു വരാൻ പോകുക. ദൈവത്തെ കേൾക്കാൻ പോകുക. ബുദ്ധിപ്പുകാരന്റെ അതെ ഇസ്മായിലുകാർക്ക് അതെ ആരെ വിറ്റു? യോസഫിനെ വിറ്റപ്പോൾ യോസഫ് പറയാൻ, ചേട്ടാ എന്നെ എന്തിനാണ് എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഞാൻ തിരിച്ച് അപ്പന്റെ അടുത്തേക്ക് പോകാമെന്ന് വായുവിട്ട് യോസഫ് കരഞ്ഞപ്പോഴും ആ കരച്ചിലിന്റെ ശബ്ദം ജ്യേഷ്ഠന്മാർ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിന്റെ കരച്ചിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ദിവസം ശ്രദ്ധിപ്പിക്കുവാൻ നിന്റെ കരച്ചിൽ ഒരു ദിവസം നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ കരച്ചിലെ ശബ്ദം അവർ ശ്രദ്ധിക്കാൻ പോകുക. വായുവിട്ട് യോസഫ് നിലവിളിച്ചിട്ടും ജ്യേഷ്ഠന്മാർ സന്തോഷിക്കുക, ജ്യേഷ്ഠന്മാർ ആനന്ദിക്കുക. പൊത്തിപ്പുകാരന്റെ ഭവനത്തിലേക്ക് അവനെ കൊണ്ടുചെന്നാക്കി. എന്നാൽ അവിടുന്ന് യോസഫിന്റെ പേര് കള്ളക്കുറ്റം ചുമത്തി കാരാഗൃഹത്തിൽ കൊണ്ടടച്ചു. യോസഫ് പറഞ്ഞു, ഇവിടെ തീർന്നു പോയി എന്ന് ചിന്തിച്ചില്ല. പക്ഷെ യോസഫ് പൊത്തിപ്പുകാരന്റെ ഭവനത്തിൽ ചെന്നപ്പോ അവന്റെ കുടുംബവും കൃഷിയും ധനങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി. എന്താ കാരണം? ദൈവം കൂടെയുണ്ടെങ്കിൽ നീ കാല് വെക്കുന്നിടത്തൊക്കെയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നീ എവിടെ ചെല്ലുന്നോ അവിടെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങും.